ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെ വീണ്ടും പരാതി. ഒരു വർഷം മുൻപ് നടന്ന പ്രസവത്തിൽ കുഞ്ഞിന്റെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടതായാണ് കുടുംബം പരാതിപ്പെടുന്നത്. ഡോക്ടർ പുഷ്പയ്ക്കെതിരെ തന്നെയാണ് വീണ്ടും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു വർഷത്തിലധികമായി കുഞ്ഞ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. മെഡിക്കൽ ബോർഡ് ചേർന്ന് പരിശോധനകൾ നടത്താമെന്ന് ആശുപത്രി അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് കുഞ്ഞിന്റെ പിതാവ് വിഷ്ണു പറഞ്ഞു. കഴിഞ്ഞ വർഷം ജൂലൈ 23-നാണ് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ വിഷ്ണുവിന്റെ ഭാര്യ അശ്വതി ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. വാക്വം ഡെലിവറിയാണ് നടന്നത്. എന്നാൽ നവജാത ശിശുവിന്റെ വലതുകൈ തളർന്ന നിലയിലായിരുന്നു. പ്രസവം നടന്നപ്പോൾ സംഭവിച്ച പിഴവാണെന്ന് ഡോക്ടർമാർ സമ്മതിച്ചെന്നും പിതാവ് വിഷ്ണു പറഞ്ഞു. ആദ്യം സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അശ്വതിയുടെ ഗർഭകാല ചികിത്സ തേടിയിരുന്നത്. വിഷ്ണുവിന് ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായതോടെ വരുമാനം നിലച്ചു. ഇതേ തുടർന്നാണ് 7-ാം മാസം മുതൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടറെ കണ്ടു തുടങ്ങിയത്. കുട്ടിയുടെ കൈ തളർന്നതിനെക്കുറിച്ച് അറിയിച്ചപ്പോൾ പരിശോധനയ്ക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമെന്ന് പറഞ്ഞിട്ടും ഒരു വർഷമായെങ്കിലും ഇതുവരെ അതൊന്നും നടന്നിട്ടില്ല. ചികിത്സാ പിഴവിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും വിഷ്ണു പറഞ്ഞു. അതേസമയം അസാധാരണ അംഗവൈകല്യങ്ങളുമായി കുഞ്ഞു പിറന്ന സംഭവം അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ ഇന്ന് ആലപ്പുഴയിലെത്തും. ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുക. കുഞ്ഞിനെ ഇന്ന് വിദഗ്ധ സംഘം പരിശോധിക്കുകയും ചെയ്യും. കഴിഞ്ഞ നവംബർ 8-ാം തീയതിയാണ് ആലപ്പുഴ ലജനത്ത് വാർഡിൽ സുറുമി അനീഷ് ദമ്പതികൾക്ക് അസാധാരണ വൈകല്യമുള്ള കുഞ്ഞ് ജനിക്കുന്നത്. കുഞ്ഞിന്റെ ചെവിയും കണ്ണും യഥാസ്ഥാനത്തല്ല, വായ തുറക്കുന്നുമില്ല. മലർത്തിക്കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകുന്ന സ്ഥിതിയാണ്. കുഞ്ഞിന്റെ കാലിനും കൈക്കും വളവുമുണ്ട്. ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ഡോക്ടർമാർ വൈകല്യം അറിയിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം.